ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഞാനിപ്പോൾ എവിടെയെന്നാണ് വന്നിരിക്കുന്നത്? നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നാണ് ഈ ബീച്ച് കാണാൻ. എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂവേഴ്സിൽ ഒരുപാട് പേര് ഈ ബീച്ചിൽ വന്നിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ആലപ്പുഴ ബീച്ച് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും തന്നെ വന്നിട്ടുള്ള ബീച്ച് തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ മോളിൽ കൂടി ആ ഒരു പാലം വന്നതിന് ശേഷം അധികം ആൾക്കാരൊന്നും ഈ ബീച്ചിലേക്ക് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം വണ്ടിയൊന്നും ആ വഴി കൂടെ അങ്ങനെ അധികം പോകുന്നില്ലെങ്കിൽ ബീച്ചിലേക്ക് വേണ്ടി മാത്രമായിട്ട് ബീച്ചിലേക്ക് ഇന്നൊന്ന് പോയേക്കാം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ് കേട്ടോ. പിന്നെ ഇത് കൂടാതെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു 9 മണിയായി കേട്ടോ രാത്രി. ഞങ്ങൾ അവിടെ ഒരിക്കൽ താമസിക്കുമായിരുന്നു, അതുകൊണ്ടാണ് രാത്രി സമയത്ത് അവിടെ വന്നത്. അപ്പോൾ ഈ ഒരു 9 മണി സമയത്തൊന്നും വളരെ തിരക്കുറവ്, കടകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ട് കടകളൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ അതൊക്കെ ബീച്ചിൻ്റെ ആ റോഡിൽ നിന്ന് ബീച്ചിലേക്ക് കയറുന്ന ആ ഭാഗത്താണ് ഈ കടകളെല്ലാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ബീച്ചിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിജനതയാണ്, ഭയങ്കര ഇരുട്ടും. അവിടെ ഇങ്ങനെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ശരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഓവർ ബ്രിഡ്ജ് വന്നതിന് ശേഷം അധികം ആൾക്കാർ ഇങ്ങോട്ട് ബീച്ചിലേക്ക് വരുന്നില്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മളിപ്പോൾ റോഡുകളിലൊക്കെ പോകുമ്പോൾ ബീച്ച് കാണുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങിയാലോ എന്നൊരു ഫീലിംഗ് ഇല്ല. കാരണം നേരെ ആ പാലത്തിന് മുകളിൽ കൂടി കയറി അപ്പുറത്ത് പോയി ഇറങ്ങണം, അപ്പോൾ തന്നെ ബീച്ച് കഴിഞ്ഞിട്ടും ഉണ്ടാവും. പാലം ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ബീച്ചിൽ ഇത്രയും ആൾക്കാർ കുറഞ്ഞത് കേട്ടോ. പക്ഷേ പാലം വന്ന് ഒരുപാട് ഉപകാരമുണ്ട്. നമുക്ക് ആലപ്പുഴ ടൗണിനുള്ളിൽ കയറാതെ ആ ടൗണിനകത്ത് ചുറ്റാതെ തന്നെ നമുക്ക് അപ്പുറത്ത് എത്താനായിട്ട് സാധിക്കും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ നമ്മൾ റോഡിൽ കൂടി ആ പഴയ രീതിയിലുള്ള ഒരു പാലം വരുന്നതിന് മുമ്പൊക്കെ ആകുമ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് സ്വതവേ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ബീച്ചിലൊന്ന് കയറാനൊന്ന് ബീച്ചിൽ നിന്ന് കുറച്ചൊരു സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് തോന്നുമല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ല. അപ്പുറത്തുനിന്ന് കയറി കഴിഞ്ഞാൽ ഈ പാലം നല്ല നീളം കൂടുതലുള്ള പാലമാണ്. അപ്പോൾ ബീച്ചൊക്കെ കഴിഞ്ഞ് അപ്പുറത്താണ് പിന്നെ ആളുകൾ ചെന്ന് ഇറങ്ങുന്നത്. അതും ഒരു കാരണമാവാമെന്ന് തോന്നുന്നു. ഇനി ഞങ്ങൾ വന്ന സമയം അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ 9 മണി കഴിഞ്ഞായിരുന്നു, അതുകൊണ്ടാണോ ഇനി തിരക്കില്ലാത്തതെന്നും അറിയില്ല. എന്താണെങ്കിൽ ഞങ്ങൾ വന്ന സമയത്ത് വളരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. ആ റോഡിൽ നിന്നും ബീച്ചിലേക്ക് കയറുന്ന ആ സ്ഥലത്ത് മാത്രം കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അല്ലാതെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല, അങ്ങനെ ഒരു അവസ്ഥ. ഓക്കെ വേണ്ട, പക്ഷെ ഇതിന് വെളിച്ചം പോലും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് ആ തിരകൾ അടിച്ച് വരുന്നതൊക്കെ ആ ഇരുട്ടത്ത് എനിക്ക് തോന്നുന്നു ഞാൻ നിലാവിൻ്റെ വെളിച്ചത്തിലാന്ന് തോന്നുന്നു. ആ തിര ഇങ്ങനെ അടിച്ച് വരുന്നതൊക്കെ കാണുന്നതുകൊണ്ട് വെളിച്ചമൊന്നും ഇല്ല കേട്ടോ അവിടെ. ഇതാണ് ആ പാലം. ആ പാലമാണ് കാണുന്നത് കേട്ടോ. വളരെ നീളമുള്ള പാലമാണല്ലോ അത്. ലോങ് ആയിട്ടുള്ള ഓവർ ബ്രിഡ്ജാണ്, പക്ഷെ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ ആ പാലം വന്നതിന് ശേഷം. അപ്പോൾ ഈ നമ്മൾ വണ്ടി അവിടെ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് നേരെ ബീച്ചിലേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഈ കടലാണ് കേട്ടോ ഈ കാണുന്നത്. ഒട്ടും വെളിച്ചില്ലാത്തതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. തിരയടിക്കുന്നത് സൂക്ഷിച്ച് നോക്കി കാണാം കേട്ടോ. കണ്ടോ തിരയടിക്കുന്നത്? പക്ഷെ തിരയുടെ ശബ്ദം ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ലൈറ്റിൻ്റെ ഒരു കുറച്ചെങ്കിലും ഭയങ്കര വെളിച്ചം എന്നല്ല ഞാൻ പറഞ്ഞു, എന്നാലും കുറച്ചെങ്കിലുമൊക്കെ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ നമുക്കൊരു പേടി തോന്നിക്കില്ല. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ആ റോഡിൻ്റെ ആ അറ്റത്ത് നമ്മുടെ റോഡ് കൂടി വണ്ടിയൊക്കെ പോകുന്ന വണ്ടികളും കുറച്ചാണല്ലോ ഇപ്പോൾ താഴത്തെ ഭാഗത്തൂടി പോകുന്നത്. ഭൂരിഭാഗം വണ്ടികളും മുകളിൽ കൂടി ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി പോകുമ്പോൾ വണ്ടികളിൽ നിന്നും കാണുന്ന ആ ഒരു മനോഹാരിതയാണ് ഇപ്പോൾ ശരിക്കും ആലപ്പുഴ ബീച്ചിലുള്ളത്. ഇപ്പോൾ താഴത്തുകൂടി പോകുന്ന വണ്ടികൾ വളരെ കുറവ് തന്നെയാണ്. ഈ ബീച്ചിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ ഒരു താഴത്തെ ഭാഗത്തുകൂടി ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് നടന്ന് വന്നത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് കടക്കുമ്പോൾ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരു വെളിച്ചവും ആളനക്കവും പാട്ടുമൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. ഭയങ്കര ഇരുട്ട്, തിരയുടെ ശബ്ദം മാത്രം. ഒരു ഭയങ്കര അയ്യോ എന്താ പറയുക, എന്തോ ഒരു ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. ചെറിയൊരു പേടി തോന്നുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ പറയാം. എൻ്റെ മുമ്പ് ഇവിടെ ആലപ്പുഴ ബീച്ചിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഒന്നും എനിക്കിങ്ങനെ അന്നൊന്നും ഈ പാലം വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ വണ്ടികളും ട്രിവാൻഡ്രത്തുനിന്ന് ഇങ്ങനെ ഇതുപോലെ പാസ് ചെയ്ത് ആലപ്പുഴ വഴി കൊല്ലം ആലപ്പുഴ വഴി ഇങ്ങനെ പോകുന്ന എല്ലാ വണ്ടികളും ഇതിൻ്റെ മുമ്പിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളും, അപ്പോൾ ആൾക്കാരും കൂടുതൽ വന്നുകൊണ്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അധികം ആൾത്തിരക്ക് ഇല്ല കേട്ടോ. ഇപ്പോൾ ഈ കൂരിട്ട് കാണുന്ന തിര ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആഞ്ഞടിച്ച് വരുമ്പോൾ ചന്ദ്രനിൽ നിന്നുള്ള നിലാവിൻ്റെ വെളിച്ചത്തിൽ ശരിക്കും ഇത് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും തിരക്കിത്തിരി ഒരു ശക്തി കൂടുമല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ അറിയുന്നത്. ഇത് കണ്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ തിരയൊക്കെ കണ്ടു, കുറച്ചേരം അവിടെ നിന്നു. ഭയങ്കര വിജനത ഇരുട്ടൊക്കെ തോന്നിയുകൊണ്ട് വേഗം ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് നടക്കുവാണ്. പിന്നെ ഇതിൽ കൂടി നടക്കുമ്പോൾ അറിയാലോ, ബീച്ചിൽ കൂടി നടക്കുമ്പോൾ വേഗം നടക്കാൻ പറ്റില്ലല്ലോ, കാലൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കാല് കൊഴിഞ്ഞു പോയാലും ബീച്ചിൽ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഒരു വ്യത്യസ്തമാണ് അല്ലേ. നമ്മൾ വേറെ എവിടെ ചെന്നാലും ബീച്ചിൽ പോകുന്ന ആ സൗന്ദര്യവും ആ ഒരു മനസ്സിൻ്റെ ഒരു സുഖവും നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ബീച്ചിൽ വരണമെങ്കിൽ ബീച്ചിൽ തന്നെ വരണം, ശരിയല്ലേ. അപ്പോൾ അത് തിരിച്ചങ്ങോട്ട് നടക്കുവാണ്.
വണ്ടി പാലത്തിൻ്റെ അപ്പുറത്താണ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാനായിട്ട് ഒരുപാടുണ്ട്. നടക്കാനൊക്കെ നല്ല രസമുണ്ട്. ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല വെളിച്ചവും കാര്യങ്ങളും എല്ലാമാണ്, ഭയങ്കര തിരക്കുണ്ട് എല്ലാമാണ്. പക്ഷേ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരും ഇല്ല കേട്ടോ. ശരിക്കും ഒരു പേടി ഫീൽ ചെയ്തു. പിന്നെ ദേ ഇവിടെ കടകളൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് ഇങ്ങനെ ബജ്ജി, മുട്ട ബജ്ജി, മുളക് ബജ്ജി അതൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ ഈ സമയമായാലും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയമായതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അല്ലായിരുന്നെങ്കിൽ കുറച്ചൊരു ആൾക്കാരൊക്കെ ബീച്ചിലുണ്ടായെന്ന് കൂടി എനിക്ക് തോന്നി കേട്ടോ. എന്നാലും ഞങ്ങൾ തിരിച്ചങ്ങോട്ടേക്ക് നടക്കുവാണ് റോഡ് സൈഡിലേക്ക്. അപ്പോൾ ഇവിടുത്തെ കടകളിലൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാട് ബജ്ജിയും അങ്ങനെയൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളി പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഭയങ്കര ഹിന്ദി പാട്ടും നല്ല അടിപൊളി മലയാളം പാട്ടുകളൊക്കെയാണ് ഇവിടെ കടകളിലൊക്കെ വെച്ചേക്കണം കേട്ടോ. പക്ഷെ അതൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് മ്യൂട്ട് ചെയ്ത് ഞാൻ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആർക്കും കിട്ടണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിൽ താഴത്തെ ഭാഗത്തായിട്ടാണ് വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്നത്. എന്നിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് പോകാൻ കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കുന്ന അവിടുത്തെ ബീച്ചിലേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കാരണം കടകളുണ്ട്, നല്ല വെളിച്ചങ്ങളുണ്ട്, നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്, നല്ല സോഡിയം പേപ്പർ ലാമ്പൊക്കെയാണ്. അപ്പോൾ ഭയങ്കര വെളിച്ചവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു 5 മിനിറ്റ് വേണം, ഒരു 3 മിനിറ്റ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ വെളിച്ചവും ഇല്ല, ആൾക്കാരും ഇല്ല, ഒന്നുമില്ല. എൻ്റെ ദൈവമേ പറയാൻ വയ്യ, അത്രയ്ക്ക് മാത്രം ഇരുട്ട്. നമുക്കൊരു പേടി ഫീൽ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. കടലിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരയുടെ ശബ്ദം കേട്ടാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണത് ആ തിര അങ്ങനെ ആഞ്ഞടിക്കുമെന്ന്. പിന്നെ ചന്ദ്രനിൽ നിന്ന് വന്ന ചെറിയൊരു നിലാ വെളിച്ചവും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിൻ്റെ രാത്രികാല കാഴ്ചകൾ കേട്ടോ. രാത്രിക്കാലം എന്ന് പറഞ്ഞാൽ 9 മണി 10 മണി. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ആലപ്പുഴ ബീച്ചിൽ വരാത്ത എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും തന്നെ വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാനും പണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ രാത്രി സമയത്ത് ഈ ഒരു ഭാഗത്ത് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തപ്പോൾ ഞാൻ രാത്രി ഒരു 9:30 മണിയായപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് ബീച്ചിലേക്ക്. അപ്പോൾ ബീച്ചിൻ്റെ ആ ഒരു രാത്രികാല ഭംഗി എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പണ്ട് വന്നേക്കാൾ ഒരുപാട് വ്യത്യസ്തമായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് എനിക്കറിയാം, പക്ഷെ എന്നാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസ് ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.